സാൻഡൽവുഡ്, ബ്ലൂ ഫാമേഴ്സ്. രണ്ടാമത്തെ നമുക്ക് വാർക്കാം മുന്തിരി തോപ്പുകൾ. നമുക്ക് വാർക്കാം 3 ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. എന്താല്ലേ എന്നാ രസമല്ലേ കാണാൻ. നമുക്ക് എല്ലാവർക്കും അല്ലേ ആദ്യം തന്നെ നമുക്ക് ഏതൊരു കാര്യവും ഏതൊരു പ്രവൃത്തിയും നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ദൈവത്തിന്റെ കൈകളിൽ, പ്രപഞ്ച ശക്തി, യൂണിവേഴ്സൽ എനർജിയുടെ കൈകളിലേക്ക് നമ്മുടെ ഈ പ്രൊജക്ടിനെ സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീം കം ട്രൂ പ്രൊജക്ട് ആണ് അല്ലെ. ബൈ 1 get 1 ഉണ്ടല്ലോ അല്ലെ, ഓർമ്മയുണ്ടല്ലോ അല്ലെ. കാശ് കിട്ടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇതിന്റെ എല്ലാ സക്സസിനും വേണ്ടി നമുക്കൊന്ന് മൈൻഡ് ഒന്ന് പീസാക്കാം. ഓക്കെ. ചിലർക്കൊക്കെ കണ്ണുകൾ നിറയുന്നുണ്ട്, കാരണം ഈർന്നണിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ പോകുന്ന സഹിച്ചേട്ടനൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു. ഓക്കെ. സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോ അത് ഏറ്റവും നന്നായി നടന്നു പോകാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കാം. സോ അതുകൊണ്ട് കുറി വരച്ചാലും എന്ന പാട്ട് 4 ലൈൻ. കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്. എന്താണ് ഈ പ്രൊജക്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അത്ര തീവ്രമായി ആഗ്രഹിച്ച് ഈ ഒരു കാര്യം സ്വപ്നം കണ്ട ഒരു വ്യക്തിയെ ഞാനൊന്ന് വിളിക്കാൻ പോകും. എന്താണ് ഈ പ്രൊജക്ട് എന്നുള്ളത് പറയാൻ. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എസൻസ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, ദ ഗ്രേറ്റ് മിസ്റ്റർ അഭിലാഷ് വി. എന്റെ വലിയൊരു സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. എന്റെ ലൈഫിൽ ഡ്രീം ഉണ്ടായിരുന്നു, ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നത്. അത് ദൈവം ജസ്പെയ്ഡിൽ എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു. അതുവഴി ചെയർമാന്റെയും എന്റെയും ഒരേ ആ വേവ് ലെങ്ത് എന്ന് പറയാം, ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടും ഒരേ ചിന്താഗതിയിലുള്ളവരാണ്. ആദ്യം തന്നെ ഞാൻ ചെയർമാനോട് പറഞ്ഞു, ഇവിടെ ഞാൻ എന്റെ താമസം ഇങ്ങോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. എന്റേതായ ഒരു കുറച്ച് കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ എന്റെ താമസം ഇവിടെ ആയിരിക്കും. അപ്പൊ ഞാനായിരിക്കും ഇവിടെ ഇതെല്ലാം നോക്കി നടത്തുന്നതെന്ന് സാറിനോട് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹം കേട്ടോ, ഒരു അന്തേവാസിയിൽ വിട്ടുടങ്ങ് കഴിയും. പിന്നെ ഷെയറും എടുത്തിട്ടുണ്ട്, 10 രൂപ ഷെയറും ഉണ്ട്. ധൈര്യമായിട്ട് ഇവിടെ താമസിക്കുകയും ചെയ്യാം. എനിക്ക് റൂം ഇവിടെ കാണും. ഓക്കെ. അപ്പോൾ ഈ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഇപ്പം മാനേജ്മെന്റ് പറഞ്ഞെടുത്തോളം ഒരു ഇസ്രായേൽ മോഡലിലുള്ള കൃഷി രീതികൾ നമുക്ക് വേണേ ആ ഒരു രീതിയിൽ പറയാം. എന്തുകൊണ്ട് ഇസ്രായേൽ എന്ന് വെച്ചാൽ ഇസ്രായേൽ ഒരു മരുഭൂമിയാണ്. അവിടെ എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സും